2026 അധികാരത്തിലെത്തും എന്നുള്ള അമിത്ഷായുടെ ആത്മവിശ്വാസം അത് പിടിച്ചെടുക്കാനാണോ എന്നുള്ളതാണ് ചോദ്യം. പിടിച്ചെടുക്കാൻ വേണ്ടിയാണല്ലോ സ്വാഭാവികമായും ഇത്രയും കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി തന്നെ BJP ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിതിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ന് അമിത്ഷാ 2018 ശരണം വിളിയോടുകൂടിയാണ് അന്നത്തെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അത് നേരത്തെ ആൻഡോ സൂചിപ്പിച്ചു. ഇന്നിപ്പോൾ പ്രസംഗം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ പറയുന്നുണ്ട്, പിണറായി വിജയൻ ഇതറിയട്ടെ, ഇവിടെ ഇങ്ങനൊരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി, അതുകൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഇപ്പോൾ ഭാരത് മാതാ കി ജയ് വിളിക്കാനുള്ള കാരണം? നോക്കൂ, ഗവർണർ ഭാരതാംബ വിവാദം സൃഷ്ടിച്ചത് വെറുതെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇതിലുള്ളൊരു കട്ടൻ റൈസർ ആയിരുന്നില്ലേ, ഒരു പശ്ചാത്തലമൊരുക്കലായിരുന്നു ഗവർണർ ചെയ്തത്. ആ ഗവർണർ ഭാരതാംബ വിഷയം കത്തിയില്ലെങ്കിൽ ഇന്ന് എന്ത് എടുത്തിട്ട് അമിത്ഷാ ഈ ഭാരത് മാതാ കി ജയ് വിളിക്കും? നാട്ടിൽ ചിരിക്കൂലേ? ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മാത്രമായിട്ട് വന്ന് പറയാൻ പറ്റുമോ? ഇത് ഭാരതാംബ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ വന്ന് ഭാരത് മാതാ കി ജയ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ സൂക്ഷ്മമായിട്ടുള്ള അവരുടെ തയ്യാറെടുപ്പുകൾ എത്രത്തോളമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇന്ന് യഥാർത്ഥത്തിൽ അമിത്ഷാ ചെയ്ത പ്രസംഗം. ഞാൻ ആ പ്രസംഗം മുഴുവൻ അതിൻ്റെ വെർബാറ്റം എടുത്ത് പരിശോധിക്കുകയായിരുന്നു. ആ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും 2018 എന്താണോ അമിത്ഷാ പറഞ്ഞത് അതിൻ്റെ വേറൊരു ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രസംഗമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അന്ന് അമിത്ഷായ്ക്ക് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തൊരു മറുപടിയുണ്ട്. സർക്കാരിനെ വലിച്ചു താഴെയിടാൻ ഈ തടിമിടുക്കൊന്നും പോരാ, അത് ഗുജറാത്തിൽ പോയി കാണിച്ചാൽ മതി എന്നാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. കൃത്യമായി അത് സംഭവിക്കുകയും ചെയ്തു. ഓരോ അക്കൗണ്ട് ഉണ്ടായിരുന്നത് അത് പൂട്ടിക്കുകയും ചെയ്തു 2021. നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 19.21% എന്നുള്ള കണക്ക് വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അളക്കുകയേ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ അതേസമയം BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്നുള്ളത് ബഹുമുഖ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു രംഗം നിർവഹിച്ചിരിക്കുന്നയാളാണ് ഗവർണറുടെ ഭാരത് മാതാ കി ജയ്. അതിപ്പോൾ ഈ രംഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കട്ടൻ സെറ്റായിരുന്നു. ഇനി ഭാരത് മാതാ വിവാദം ആവശ്യമില്ല, അത് അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്തിരിക്കുന്നു. ഭാരത് മാതാ കി ജയും ചർച്ചയിൽ നിർത്തുന്നത് അമിത്ഷായ്ക്ക് വേണ്ടി ഒരു എൻട്രി ആയിരുന്നു. പക്ഷേ അത് വേണ്ടത്ര അങ്ങോട്ട് ഫലപ്രദമായില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് കണക്കുകളൊന്ന് നോക്കൂ. എന്താണ് ഇപ്പോൾ BJP നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നവും സാധ്യതയും? BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആരെ മുൻനിർത്തിയായിരുന്നു? 23% വരുന്ന ഇവിടുത്തെ OBC വിഭാഗത്തിൽപ്പെട്ട ഈഴവ കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJP ആദ്യം രാഷ്ട്രീയതന്ത്രം മെനയുന്നത്. BDJS വരുന്നത് ആ ഘട്ടത്തിലാണ്. ഒരു പരിധിവരെ ഈഴവ വോട്ടുകളിൽ 39% വോട്ടുകൾ BJPക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. വസ്തുതയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കാൻ ശ്രമിച്ചു. എന്താണ്? ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം. ആ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണത്തിന് വേണ്ടി ശ്രമിച്ചു, പല തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഒടുവിൽ നമ്മളുടെ വൈപ്പിനിൽ നടന്ന സമരം വരെ എടുത്തുകൊണ്ട് ഇവർ ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നു. ഒടുവിൽ എല്ലാ വിഷയങ്ങളും എങ്ങനെ തിരമാലകളിൽ തട്ടി തകരുന്നതല്ലേ കണ്ടത്? 2024 ഞാൻ 3 മണ്ഡലങ്ങൾ പറയാം. ഒന്ന് പത്തനംതിട്ട, ഒന്ന് കോട്ടയം, മറ്റൊന്ന് ചാലക്കുടി. ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയിട്ട് BJP അക്ഷീണമായിട്ട് യത്നിക്കുന്ന സമയം അനിൽ ആന്റണിയെ തന്നെ രംഗത്തിറക്കി പത്തനംതിട്ടയിൽ. അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ അനിൽ ആന്റണിക്ക് കിട്ടിയോ? കിട്ടിയില്ലെന്ന് മാത്രമല്ല, കുറഞ്ഞു. എത്ര വോട്ട്? 66,000 വോട്ടുകൾ കുറഞ്ഞു. 3% വോട്ടുകൾ പത്തനംതിട്ടയെ കുറഞ്ഞു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയോ? അവിടെ ഈഴവ വോട്ടുകൾ ഏകീകരിച്ചു. ക്രിസ്ത്യൻ വോട്ടുകൾ കലത്തിൽ ഓട്ടമുള്ളതുപോലെ അങ്ങ് ഒലിച്ചുപോയി. ചാലക്കുടിയിൽ ഏകദേശം 48,000 വോട്ടിൻ്റെ കുറവുണ്ടായി. ഈ 3 മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചു. തൃശ്ശൂരിൽ അത് സാധിച്ചു. തൃശ്ശൂരിൽ ഒരു സവിശേഷമായ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ഒരു പരിധിവരെ ഈഴവ വോട്ടുകൾ ഏകീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും വസ്തുതയാണ്. അപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് അമ്പയെ പാളിപ്പോയി 2024 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ പ്രതീക്ഷിച്ചതുപോലെ BJPക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താ? ഇപ്പോൾ BJPയുടെ പുതിയ പട്ടിക വന്നപ്പോൾ BJP NJP ആയി മാറി എന്ന നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. നായർ ജനതാ പാർട്ടി. കാരണം 41 പേരിൽ 28 പേരും നേരത്തെ പറഞ്ഞ ടോപ്പ് ക്ലാസ്സാണ്. ഈ ടോപ്പ് ക്ലാസ് എന്ന് പറയുന്നത് ആകെ 12% വോട്ടേ കേരളത്തിലുള്ളൂ നായർ കമ്മ്യൂണിറ്റിക്ക്. അപ്പോൾ ഈഴവ വോട്ടുകൾ ഏകീകരിക്കുന്നില്ലെങ്കിൽ BJPക്ക് വളരാൻ കഴിയില്ല. ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിച്ചില്ലെങ്കിൽ അഥവാ BJPക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ BJPക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. ഇതാണ് BJP നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം. ഈ 2 സമുദായങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം തിരിച്ചടിയായി. പക്ഷേ ഇപ്പോഴെന്താ? ഷോൺ ജോർജിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അതേപോലെ അനൂപ് ആന്റണിയെ മുന്നോട്ട് കൊണ്ടുവരുന്നു. ജിജിയെ കൊണ്ടുവരുന്നു. ഇവരെ വെച്ചുകൊണ്ടൊന്നും കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വ്യാമോഹമാണ്. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ 2024 തന്നെ സാധിക്കുമായിരുന്നു. കാരണം അവിടെ നരേന്ദ്രമോദി ആ മിഷൻ തന്നെയാണ് കൊടുത്തിരുന്നത്. ക്രിസ്ത്യൻ വോട്ടുകളെ പൂർണ്ണമായിട്ടും ഏകീകരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അത് പൂർണ്ണമായിട്ടും ഫലം കണ്ടില്ല എന്നാണ് 2024 പറയുന്നത്. ഇനി ഇത് കണക്കിൻ്റെ കഥയാണ്.
ഞാനിപ്പോഴും പറയുന്നു 30 മണ്ഡലങ്ങളിൽ BJPക്ക് ഇപ്പോഴും ഒരു ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും. അതിൽ മഞ്ചേശ്വരത്ത് നിന്ന് ഒരുപക്ഷേ ഒരു BJP സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് വന്നാൽ അത് അത്ഭുതപ്പെടാനുമില്ല. കടുത്ത മത്സരം കാഴ്ചവെക്കാൻ സാധിക്കും. അതിനും അപ്പുറത്തേക്ക് വലിയ പ്രകടനമൊന്നും BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ BJPക്ക് 2 കാര്യങ്ങളാണ്. ഒന്ന്, രാജീവ് ചന്ദ്രശേഖറിൻ്റെ പുതിയ ടീം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഈ അടിത്തട്ടുമായി ബന്ധമില്ലാത്ത ഒരു ടീമാണ്. ആ ടീമിനെ വെച്ചുകൊണ്ടാണ് BJP ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്. അതിൻ്റെ തന്നെ കാസ്റ്റ് ഇക്വേഷൻസ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. അതൊരു NJP എന്ന മട്ടിലാണ് BJP നേതാക്കൾ തന്നെ BJP ഇപ്പോൾ കാണുന്നത്. അതിൽ ഈഴവ പ്രാതിനിധ്യം നന്നേ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് ആ അർത്ഥത്തിൽ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് പതിവ് പോലെ പിടിച്ചെടുക്കുക സാധ്യമല്ല. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ KPCC ശക്തമായിട്ടൊരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ നേരത്തെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ വളരെ കൃത്യമായിട്ട് KPCC പ്രവർത്തിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. മലബാർ മേഖലയിലാണെങ്കിൽ ലീഗ് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പോക്കറ്റുകളിലൊക്കെ സംഘടിതമായ ശ്രമമാണ് നടത്തുന്നത്. BJP ഇനി ആരുടെ വോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്? LDFിൻ്റെ വോട്ടാണല്ലോ കൊണ്ടുപോകേണ്ടത്. പരമാവധി LDFിൻ്റെ വോട്ട് 2024 പിടിച്ചെടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 11 ഇടങ്ങളിൽ ഒന്നാമതെത്തിയത്. അതിനും അപ്പുറത്തേക്ക്. പക്ഷേ ആ സാഹചര്യമല്ല 2026 ആകുമ്പോഴേക്കും. കാരണം ഈ 11 ഇടങ്ങളിലും വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ വേണം. ഇത് നമ്മൾ പറയൂ, BJPക്ക് എത്ര സ്ഥാനാർത്ഥികളെ 11 ഇടങ്ങളിൽ വിജയിപ്പിച്ചെടുക്കാനുള്ള ആത്മവിശ്വാസമുണ്ട്? നമുക്ക് കണക്കെടുത്ത് നോക്കാം. ഏതൊക്കെ നേതാക്കളുടെ പേരാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ പല നേതാക്കളെയും രാജീവ് ചന്ദ്രശേഖർ വെട്ടി. അതാണ് അതിലെ കൗതുകകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും തരത്തിൽ അമിത്ഷാ 2026 അധികാരം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞത് ഗൗരവമായിട്ടാണ്. പക്ഷേ ഒരു ത്രികോണ മത്സരം ഉണ്ടാവും. ചുരുങ്ങിയത് 30 മണ്ഡലങ്ങളിലെങ്കിലും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാവും. ഇനി ആ വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. ഇതാ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കൗതുകകരമായ ചില വിഷയങ്ങളുണ്ടല്ലോ. സർക്കാർ സ്പോൺസേഡ് ആയിരിക്കുന്ന കൊള്ളയായിരുന്നു ഈ സ്വർണ്ണക്കടത്തെന്നാണ് അമിത്ഷാ പറയുന്നത്. അപാരമായ തൊലിക്കെട്ട് വേണം ഇപ്പോഴും പറയാൻ. ആഭ്യന്തര വകുപ്പാണ് അമിത്ഷാ കൈകാര്യം ചെയ്തത്. ഈ കേസ് ആരുടെ പക്കലായിരിക്കുന്നത്? ദേശീയ അന്വേഷണ ഏജൻസിയുടെ കയ്യിലാണ്. എത്ര വർഷമായി സുജയ കേസ് തുടങ്ങിയിട്ട്? 5 വർഷമായി. അതിലെ പ്രതിയായിരുന്നയാളെ ഈ സംഘപരിവാറിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സംഘടന സ്റ്റാഫായിട്ട് നിയമിച്ചു, സ്വപ്ന സുരേഷിനെ. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയില്ലേ? ഇനി സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ടോ ബിരിയാണി ചെമ്പെന്ന് പറഞ്ഞുകൊണ്ടോ ഏതെങ്കിലും തരത്തിൽ ഈ കേരളത്തിലെ വോട്ടർമാരുടെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ അപാരമായ തൊലിക്കെട്ട് വേണം. ഇതൊന്നും അറിയാതെ അമിത്ഷായെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് ആരാണ്? ആ നല്ല മനസ്സിന് നമസ്കാരം എന്ന് എനിക്ക് പറയേണ്ടു. അതാണ് ഒന്ന്. രണ്ടാമത്തത്, എക്സാലോജിക്ക്. ഇപ്പോൾ CMRLൻ്റെ പേര് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് എക്സാലോജിക്ക് നിർത്തിയത്. കാരണം എന്താ? CMRLൻ്റെ പേര് പറഞ്ഞാൽ സുജയ വീണ്ടും കോടതി പോയി കിടക്കേണ്ടി വരും, ജയിലിൽ പോയി കിടക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഹൈക്കോടതി വിധി അനുസരിച്ച് CMRL അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ പോലും പങ്കുവയ്ക്കാൻ കഴിയുന്ന ഷോൺ ജോർജിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സാലോജിക്ക് മാത്രം പറഞ്ഞുപോയി. ആ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നതാരാ? അതും കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. എവിടം വരെ എത്തിയ അന്വേഷണം? എന്തെങ്കിലും തെളിവിൻ്റെ ഏതെങ്കിലും ഒരു തുമ്പ് കണ്ടെത്തിയോ? അതും കണ്ടെത്തിയില്ല. പിന്നെ വന്നത് K-ഫോണാണ്. പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച് വാലും ചുരുട്ടി ഓടി. K-ഫോണിൻ്റെ ഒരാരോപണവും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള മുഖമടച്ചുള്ള പ്രതികരണം കൂടെ കിട്ടി. അപ്പോൾ K-ഫോണും നിൽക്കില്ല. പിന്നെ ഏതാ കേസ് പറഞ്ഞിരിക്കുന്നത്? എക്സാലോജിക്ക്, K-ഫോണ്, പിന്നെ ഈ പറഞ്ഞിരിക്കുന്നു വികസന പദ്ധതിയുടെ കാര്യത്തിൽ വിഴിഞ്ഞമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇതൊക്കെ കേരളത്തിൽ നിന്നും എങ്ങനെയാണ് ഒരു കേന്ദ്രം പറയുക? വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ നമുക്ക് കിട്ടേണ്ട പണം ലോണായിട്ട് അനുവദിച്ചിട്ട് ഇവിടെ വന്ന് വിഴിഞ്ഞം പദ്ധതി കേന്ദ്ര പദ്ധതിയാണെന്ന് പറയുക. ഇന്ന് ആലോചിച്ച് നോക്കിയേ. 5000 കോടിയിലധികം രൂപ കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് കേന്ദ്രം റോഡ് വികസനത്തിന് എടുത്തതിന് ശേഷം പറയുക നാഷണൽ ഹൈവേ വികസനം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ മാത്രം പദ്ധതിയാണെന്ന് പറയുക. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഏറെ ചർച്ച ചെയ്യുകയും പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയും ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഒരൊറ്റ കാര്യം ഉറപ്പാണ്, 2018 BJPക്ക് ഒരു പിടിവള്ളി ഉണ്ടായിരുന്നു. അത് ശബരിമലയായിരുന്നു. അതാണ് ശരണം വിളിയോടുകൂടി ശബരിമലയിലെ തുടങ്ങിയത്. പക്ഷേ 2025 ആകുമ്പോഴേക്കും വിളിക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിച്ചു. അതിനൊരു സെറ്റ് ഗവർണർ ഇട്ടുകൊടുത്തു. ആ സെറ്റ് ഇട്ട് കൊടുത്ത് ഗവർണർ അവിടെ വന്ന് അമിത്ഷാ അവിടെ വന്ന് വിളിക്കുന്നു. പക്ഷേ ഇതിനെ ഞാൻ ചെറുതായിട്ടല്ല കാണുന്നത്. കേരളത്തെ ഗൗരവപൂർവ്വം തന്നെയാണ് സമീപിക്കുന്നത്. എനിക്കൊന്നു തമിഴ്നാട്ടിലടക്കം 11% വോട്ട് വർധന ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചു. പക്ഷേ ഒരു കുഴപ്പം സംഭവിച്ചു. അവിടെ BJP രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അണ്ണാമലൈ പുറത്തായി. പകരം പുള്ളി നയനാർ നാഗേന്ദ്രൻ വന്നു. അതാണ് കേരളത്തിൽ BJPയെ 30 സീറ്റ് കിട്ടിയാൽ പോലും അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ BJP അധ്യക്ഷൻ പുറത്തായി. ആ BJP അധ്യക്ഷനോടൊപ്പം നിന്ന ആൾക്കാരും പുറത്തായി. പകരം പുതിയ ആൾ ഒരു സീറ്റെങ്കിലും പാർലമെന്റിലേക്ക് ഒരു
സീറ്റുകൾ ഉണ്ടാക്കി കൊടുത്തു, നിയമസഭയുടെ അക്കൗണ്ട് പൂട്ടിയെങ്കിൽ പോലും. അതുകൊണ്ട് BJP കേരളത്തിൽ ഒരു ശക്തമായിട്ടുള്ള മൂന്നാമത്തെ കക്ഷിയായിട്ട് തുടരും എന്നതിനും അപ്പുറത്തേക്ക് കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വെള്ളം ഇപ്പോൾ തിളപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. അത് ആർക്കു വേണ്ടി കുളിക്കാനാണ് എന്നുള്ളത് നമുക്ക് 2026 വിധി വരുമ്പോൾ കാണാം. ഒന്നുറപ്പാണ്, 30 മണ്ഡലങ്ങളിൽ നല്ല കനത്ത പോരാട്ടം നടക്കും. പക്ഷേ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ് BJP. ഒരു ഭാഗത്ത് ഈഴവ സമുദായത്തിലെ പ്രാതിനിധ്യം കുറയുന്നത് ആശങ്കയുണ്ടാക്കുന്നു, മറുഭാഗത്ത് പ്രതീക്ഷിച്ചതുപോലെ ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, പ്രതിപക്ഷം ശക്തമായ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ട് ഇറങ്ങുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഉയർത്താൻ BJPക്ക് ഇപ്പോഴാണെങ്കിൽ മതപരമായ കുത്തിത്തിരിപ്പൊന്നും കാര്യമായിട്ട് കിട്ടുന്നുമില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഒരു സുവർണ അവസരമില്ല BJPയെ സംബന്ധിച്ച്. അതാണ് BJP നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ സുവർണാവസരത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഗവർണറും ഒരു കുന്നുമ്മൽ ബോയ്സും ശ്രമിക്കുന്നുണ്ട്. അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. Meet the editors.